بسم الله الرحمن الرحيم. حميم. تنزيل الكتاب من الله العزيز العليم. غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير. ما يجادل في آيات الله إلا الذين كفروا فلا يغررك تقلبهم في البلاد. كذبت قبلهم قوم نوح والأحزاب من بعدهم وهمت كل أمة برسولهم ليأخذوه وجادلوا بالباطل ليدحضوا به الحق فأخذتهم فكيف كان عقاب. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1652 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഗാഫിറിൻ്റെ പഠന പൂർത്തീകരണത്തെ തുടർന്നുള്ള ആദ്യ ദിവസ ചർച്ചയാണിന്ന്. ചർച്ചക്കാരംഭം കുറിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. آمين. تنزيل الكتاب من الله العزيز العليم. غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو لا إله إلا هو إليه المصير. ما يجادل في آيات الله إلا الذين كفروا فلا يغررك تقلبهم في البلاد. كذبت قبلهم قوم نوح والأحزاب من بعدهم وهمت كل أمة برسولهم ليأخذوه وجادلوا بالباطل ليدحضوا به الحق فأخذتهم فكيف كان عقاب. صدق الله العلي العظيم. സൂറത്ത് ഗാഫിറിലെ ആദ്യത്തെ 5 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ സൂറത്തിന്റെ പഠനം കഴിഞ്ഞ ദിവസം നമ്മൾ പൂർത്തിയാക്കിയുണ്ടായി. 85 ആയത്തുകൾ അടങ്ങിയ മക്കയിൽ അവതരിച്ച സൂറത്താണ് സൂറത്ത് ഗാഫിർ. ഈ സൂറത്ത് അൽ മുഅ്മിൻ എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. അതിന്റെ അവതരണ പശ്ചാത്തലവും അതിന്റെ പേര് സൂചിപ്പിക്കുന്ന കാര്യങ്ങളും അതുപോലെ അതിന്റെ ആശയപരമായ ഉള്ളടക്കവും ഒക്കെ വിശദമായിട്ട് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ആവശ്യം അനുസരിച്ച് കാര്യങ്ങൾ അതിന്റെ ചരിത്ര പശ്ചാത്തലം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് വിശദമാക്കുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനെ തുടർന്നുള്ള ചോദ്യോത്തര വേളയിലാണ് നമ്മളുള്ളത്. ഏകദേശം ഒരു 20 ചോദ്യങ്ങളാണ് നമ്മുടെ ചാറ്റ് ബോക്സിലായിട്ട് കുറിച്ചിട്ടതായി കാണാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ എല്ലാം ഒന്നും വിശദമായ പ്രതികരണം അർഹിക്കുന്നതോ ആവശ്യമുള്ളതോ അല്ല. എന്നാൽ പോലും എല്ലാ ചോദ്യങ്ങളും ഒന്ന് കേൾപ്പിച്ച് ചില പരിമിതമായ പ്രതികരണങ്ങൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിൽ മിക്ക ചോദ്യങ്ങൾക്കും ഒരു പൊതു സ്വഭാവം ഉണ്ട് എന്നത് അവയെ പൊതുവായിട്ട് കണ്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും ശ്രമിക്കാം എന്നതിന് ഒരു സൗകര്യമായ വിധത്തിലാണ്. മിക്കതും ചോദ്യങ്ങളിലും മിക്കതും ഈ വിശുദ്ധ ഖുർആൻ ദൈവിക അവതരണമായി ഉൾക്കൊള്ളാത്ത തലത്തിൽ നിന്നുകൊണ്ടുള്ളതാണ്. എന്നാൽ പോലും ആ ചോദ്യങ്ങളെ
ഒന്ന് കേൾപ്പിച്ച് അതിനുള്ള പ്രതികരണങ്ങൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാം. അതല്ലാത്തയും ചില ചോദ്യങ്ങളുണ്ട്. നമുക്ക് ആ ക്രമത്തിൽ അത് വായിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ചിലതൊക്കെ തെറ്റിദ്ധാരണാപരമായി ഉള്ളതാവാനും സാധ്യതയുണ്ട്. ഒന്നാമത്തെ ചോദ്യം, മർദ്ദനം പീഡനം ഒന്നും മക്കാർ ചെയ്തിട്ടില്ല, അള്ളാഹുവിന്റെ പ്രതിനിധി എന്ന അവകാശവാദം അവർ സ്വീകരിച്ചില്ല എന്നേ ഉള്ളൂ, അതല്ലേ ശരി എന്നാണ് ചോദ്യം. അതല്ല ശരി എന്നാണ് അതിനുള്ള ഉത്തരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവിക ദൗത്യം നിർവഹിക്കാനായി രംഗത്ത് വന്നത് മുതൽ, അതിന്റെ തുടക്കം മുതൽ തന്നെ അതിനോടുള്ള എതിർപ്പ് ഉണ്ടായി വരികയും മക്കയിലെ പ്രമാണിമാരും അവിടുത്തെ നേതാക്കന്മാരും ഒക്കെ ആയ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദൗത്യ നിർവഹണവുമായി രംഗത്ത് വന്നതോടെ രഹസ്യമായ ഘട്ടം പിന്നിട്ട് പരസ്യമായ പ്രബോധന ദൗത്യത്തിലേക്ക് കാലെടുത്തു വെച്ചതോടെ അവര് ശത്രുതയും അതുപോലെ വിദ്വേഷവും ഒക്കെ കാണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരിലുള്ള കരുനീക്കങ്ങൾ നടത്തുന്ന കാര്യം ചരിത്രം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. വിശുദ്ധ ഖുർആന്റെ ആയാത്തുകൾ അതിലേക്ക് ധാരാളം സൂചനകൾ നൽകുന്നുണ്ട്. ഷുഐബ് അബി താലിബില് സാമൂഹ്യ ബഹിഷ്കരണവും സാമ്പത്തിക ഉപരോധവും ഒക്കെ നേരിട്ടുകൊണ്ട് പട്ടിണിയിൽ കിടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും കഴിച്ചുകൂട്ടിയ ഒരു ദൈർഘ്യമേറിയ ഒരു കാലമുണ്ട്. അവര് പച്ചിലകൾ പോലും ചവച്ചിറക്കാൻ ഇല്ലാതെ ലഭിക്കാതിരുന്ന ഒരു തീക്ഷ്ണമായ പരീക്ഷണത്തിന്റെ ഒരു ഘട്ടമൊക്കെ അവർ നേരിട്ടിട്ടുണ്ട്. അത് മക്കയിലെ ആളുകളുടെ മർദ്ദന പീഡന നടപടികളുടെ ഫലമായിട്ടുണ്ടായിട്ടുള്ള സംഗതി തന്നെയാണ്. അതുപോലെ ദുർബലരായ ആളുകൾ സമൂഹത്തിലെ താരതമ്യേന വലിയ കുടുംബത്തിന്റെയോ ഗോത്രത്തിന്റെയോ ഒക്കെ പേരിൽ എന്തെങ്കിലും അംഗീകാരമോ അല്ലെങ്കിൽ പരിരക്ഷയോ ലഭിക്കാതിരുന്ന തരം ആളുകൾ, പ്രത്യേകിച്ച് അടിമകളും അതുപോലെ തന്നെ തൊഴിലെടുക്കുന്നവരും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്ന ആളുകൾ, അവര് ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ അടുപ്പം ഉണ്ടായിരുന്ന യാസിർ റളിയല്ലാഹു അൻഹു, അമ്മാർ, അതുപോലെ അവരുടെ കുടുംബം സുമയ്യ റളിയല്ലാഹു അൻഹ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകൾ ഇതിന്റെ ഏറ്റവും ക്രൂരമായ പീഡന അക്രമ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ആളുകളാണ്. സുമയ്യ റളിയല്ലാഹു അൻഹ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ രക്തസാക്ഷിയായ ആളുകൂടിയാണ്. അവര് അതുപോലെ അവരോടൊക്കെ ചെയ്ത ക്രൂരതകൾ യഥാർത്ഥത്തിൽ അവരോട് മാത്രമായിരുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള എതിർപ്പിന്റെ പ്രത്യക്ഷമായ പ്രകടനമായിട്ടാണ് അതൊക്കെ അരങ്ങേറുകയുണ്ടായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ മോശമായി പെരുമാറിയ സംഭവങ്ങൾ ധാരാളം ഉണ്ട്. അദ്ദേഹം പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ടിരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കഴുത്തിലൂടെ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല വലിച്ചിട്ട സംഭവം, അതുപോലെ അദ്ദേഹത്തെ കൊന്നുകളയാനുള്ള രഹസ്യവും പരസ്യവുമായിട്ടുള്ള പല ഉപജാപങ്ങളും ശ്രമങ്ങളും ഒക്കെ നടന്നത് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ കഴിയും. ചില സൂചനകൾ ഖുർആനും നൽകുന്നുണ്ട്. അപ്പോ ഇതല്ലേ ശരി എന്ന ചോദ്യത്തിന് ഉത്തരം അതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മർദ്ദനവും പീഡനവും ഒക്കെ ഒരുപാട് ഏറ്റുവാങ്ങിയിരുന്നു. അതിന്റെ ഫലമായിട്ട് അദ്ദേഹവും അനുയായികളും നാട്ടില് നിൽക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിട്ട് ഒരു സംഘം എത്യോപ്യയിലേക്ക് പലായനം ചെയ്തു പോകുന്ന ഒരവസ്ഥ വരെ ആദ്യഘട്ടത്തിൽ തന്നെ സംഭവിക്കുന്നുണ്ട്. അപ്പോ ഇത് ചരിത്രത്തെ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് ഈ ചോദ്യം ഉന്നയിക്കുക വഴി ഇദ്ദേഹം ചെയ്യുന്നത്. അത് ഒന്നുകിൽ അറിയാത്തത് കൊണ്ടാകാം, അതല്ലെങ്കിൽ അറിയുന്നത് തന്നെ മൂടി വെച്ചുകൊണ്ട് ചോദ്യത്തിന് വേണ്ടി ഒരു ചോദ്യം ഉന്നയിക്കുക എന്നതാവാം. അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങുകയാണ്. ശരീരം ഇവിടെ ജീർണിച്ചു പോകുന്നു, അതിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് പുതിയ ജീവനുള്ള ശരീരങ്ങൾ രൂപപ്പെടുന്നു, പിന്നെ എങ്ങനെയാണ് മടക്കയാത്ര എന്നതാണ് ചോദ്യം. മരിച്ചുപോയ ആളുകളുടെ ശരീരം മണ്ണിൽ വെക്കുക, മറമാടുക എന്നതാണല്ലോ, അല്ലെങ്കിൽ പൊതുവായിട്ട് അറേബ്യയിൽ അന്ന് സ്വീകരിക്കപ്പെട്ടിരുന്ന രീതി. അല്ലാത്ത രീതികൾ പലയിടങ്ങളിലും
ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. എന്തായാലും ശരീരം ഇവിടെ പ്രിസർവ് ചെയ്യപ്പെടുന്നില്ല. ഈജിപ്തിലെ ഒരു സാഹചര്യത്തിൽ അതും ഉയർന്ന പദവികളിലുള്ള ആളുകളുടെ ശരീരങ്ങൾ മമ്മിഫൈ ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു രീതിയൊക്കെയാണ് അതിന് അപവാദമായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ശരീരം മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ അത് ചീഞ്ഞളിഞ്ഞു പോകും, മണ്ണിന്റെ ഭാഗമാകും. അത് പുതിയ പല ജീവജാലങ്ങളുടെയും ശരീരമായി രൂപപ്പെടുന്നതിന് പ്രയോജനപ്പെടുന്ന മണ്ണിലെ അംശങ്ങളുടെ കൂട്ടത്തിൽ അതും പെടും. ചെടികളും മരങ്ങളും സസ്യങ്ങളും ഒക്കെ അതിന്റെ ജീർണിച്ച അവശിഷ്ടങ്ങളിൽ നിന്ന് അവയ്ക്ക് ആവശ്യമുള്ള ധാതു പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ കെമിക്കൽസ് വലിച്ചെടുക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് അത് പൂർണ്ണമായിട്ടും മറ്റൊന്നാകുന്നു. പിന്നെ എങ്ങനെയാണ് മനുഷ്യൻ പാരത്രിക ലോകത്തേക്ക് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടക്കയാത്ര നടത്തുക എന്നതാണ് ചോദ്യം. ഈ ശരീരം മണ്ണിൽ അലിഞ്ഞു ചേരുന്നു എന്നത് ഒരു വസ്തുതയാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അള്ളാഹുവിന്റെ അടുക്കലേക്കുള്ള മടക്കയാത്ര എന്ന് പറഞ്ഞാൽ എന്തോ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്തുകൊണ്ട് പോകുന്ന ഒരു യാത്ര പോലെയാണ് എന്ന് ഇദ്ദേഹം ധരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയല്ല, അത് പ്രതീകാത്മകമായ ഒരു പ്രയോഗമാണ്, ഒരു മെറ്റഫോറിക്കൽ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ്. ജീവിതയാത്ര എന്ന് പറയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ടിക്കറ്റ് എടുത്ത്, എയർ ടിക്കറ്റ് എടുത്ത് അതിന്റെ ഷെഡ്യൂൾ അനുസരിച്ച് യാത്ര ചെയ്യുന്ന ഒരു സംഗതി അല്ലല്ലോ മനസ്സിലാക്കാറുള്ളത്. അതുപോലെയൊക്കെ തന്നെയാണ് ഇതും മനസ്സിലാക്കേണ്ടത്. ഇത് അള്ളാഹുവിന്റെ അടുക്കലേക്ക്, അവന്റെ നടപടിക്രമങ്ങളിലേക്ക് അവയെ നേരിടുന്നതിനായി മനുഷ്യര് തിരികെ എത്തും എന്ന ഒരു കാര്യത്തെയാണ് മടക്കയാത്ര എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. മരണാനന്തരം മനുഷ്യര് പുനരുജ്ജീവിപ്പിക്കപ്പെടും എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം. അപ്പോ ഇതിന് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു കൽപ്പന ഉണ്ടാകുക മാത്രമേ ആവശ്യമുള്ളൂ. പ്രകൃതിയിൽ എവിടെയാണ് മനുഷ്യന്റെ അവശിഷ്ടങ്ങൾ അലിഞ്ഞു ചേർന്ന് കിടക്കുന്നതെങ്കിൽ പോലും അവയെ ഒരു കൂട്ടി അള്ളാഹുവിന്റെ ഒരൊറ്റ കൽപ്പന ഉണ്ടാകുന്നതോടുകൂടി അതൊക്കെയും ഒരുമിച്ച് ചേർന്ന് വീണ്ടും ഒരു ശരീരമായി രൂപപ്പെടുകയും അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ആ ശരീരത്തിന് പഴയതുപോലെയുള്ള ജീവൻ നൽകപ്പെടുകയും ചെയ്യുന്നു എന്നതാണ് വിശുദ്ധ ഖുർആനും ഹദീസുകളും ഒക്കെ നൽകുന്ന സൂചന. അപ്പൊ ഈ ഒരു പ്രക്രിയക്ക് വീണ്ടും അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാകുന്നതിന് വേണ്ടി ഉയർത്തെഴുന്നേൽക്കുന്ന ആ പ്രക്രിയയാണ് നമ്മൾ മടക്കയാത്ര എന്ന് പറയുന്നത്. അത് ഭാഷാപരമായുള്ള ഒരു ശൈലി, ഒരു മെറ്റഫോറിക്കൽ ഒരു ഡിസ്ക്രിപ്ഷൻ എന്നൊക്കെ അതിനെ കാണേണ്ടതുള്ളൂ. അത്രേ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നുള്ളൂ. സാധാരണഗതിയിൽ ഇത് ഒരാൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടതില്ലാത്ത വിധത്തിൽ ലളിതമാണ് ഈ കാര്യം. അത് ഒരു കുതർക്കങ്ങളിൽ നിരന്തരമായി ഏർപ്പെടുന്നത് കൊണ്ട് ഇതൊക്കെ ഒരു ചോദ്യമായിട്ട് ഉന്നയിക്കപ്പെടുകയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ അങ്ങനെ നമ്മൾ സങ്കല്പിക്കുന്ന പോലെയുള്ള ഒരു യാത്രയുടെ ഒരു കാര്യമൊന്നുമില്ല. എന്നിട്ട് യാത്രാക്ഷീണം ഉണ്ടാവുക, ദീർഘമായ ഒരു യാത്ര കഴിഞ്ഞു വന്ന് അവിടെ മുസാഫർ ഖാനയിൽ കയറി കുറച്ചു കാലം വിശ്രമിച്ച് ഒക്കെയാണ് അള്ളാന്റെ അടുക്കൽ എത്തുക എന്നൊക്കെയുള്ള, അതൊക്കെ ഒരു വളരെ വളരെ ബാലിശമായ ചില രീതികളാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനെ കുറിച്ചുള്ള. അപ്പൊ ഞാനത് വിടുകയാണ്. കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ. മറ്റൊരു വിഷയം, പ്രപഞ്ചനാഥൻ ഉണ്ട് എന്ന് കാലാകാലങ്ങളായി പറഞ്ഞു ഭയപ്പെടുത്തുന്നത് മനുഷ്യരെ ഇസ്ലാം മതത്തിന് വേണ്ടിയും അറബ് സംസ്കാരത്തിനും ലോകമാകെ സ്വാധീനമുണ്ടാക്കാൻ വേണ്ടിയും ഉപയോഗിക്കാൻ വേണ്ടിയല്ലേ എന്നതാണ്. ഈ മനുഷ്യരെ പറഞ്ഞ് ഭയപ്പെടുത്തുന്നത് പ്രപഞ്ചനാഥൻ ഉണ്ട് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്നത് പ്രപഞ്ചനാഥൻ ഇല്ലാതെയാണ് അങ്ങനെയുള്ള ഭയപ്പെടുത്തൽ നടത്തുന്നതെങ്കിൽ അതില് ഒരു പന്തികേടുണ്ട് എന്ന് നിങ്ങൾക്ക് എനിക്കും അനുമാനിക്കാം. പക്ഷെ പ്രപഞ്ചനാഥൻ ഉണ്ട് എന്നതാണ് വസ്തുതയെങ്കിലോ അത് മനുഷ്യന്റെ യുക്തി തലത്തില് ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. ഒന്നുമില്ലായ്കയിൽ നിന്നും ഒന്നും ഉണ്ടാവുകയില്ല, അതാണ് വസ്തുത. എന്തെങ്കിലുമൊക്കെ ഒരു ഇനീഷ്യേറ്റീവ് ഇല്ലാതെ, ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുള്ള ഒരു ചലനമില്ലാതെ, അതിന്റെ അനുരണനങ്ങളോ അല്ലെങ്കിൽ തുടർ ചലനങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പം മനുഷ്യ സൃഷ്ടിപ്പ് എന്നത് സ്വദ്ദേശ്യപരമായി
പ്രപഞ്ച സ്രഷ്ടാവ് നിർവഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്നത് മനസ്സിലാക്കാൻ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ വിലയിരുത്തിക്കൊണ്ട് തന്നെ മനുഷ്യന് സ്വാഭാവികമായിട്ടും സാധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇത് കാലാകാലങ്ങളായി ഇല്ലാത്തൊരു സംഗതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മനുഷ്യരെ കേവലമായി ഭയപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് എന്ന് സങ്കല്പിക്കാം. ഇതില് മറിച്ച് നിങ്ങൾ ഈ പറയുന്ന പോലെ സങ്കല്പിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടാനും സ്വാതന്ത്ര്യം ഉണ്ട് നിങ്ങൾക്ക്. അതിനിപ്പോ ആരും തടസ്സമൊന്നും നിൽക്കുന്നില്ല. അതൊക്കെ നിങ്ങളുടെ സത്യസന്ധതയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. റിഗ്രറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു ഘട്ടം വരുമ്പോ വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിൽ നമ്മൾ സൂറത്ത് ഗാഫിറിൽ തന്നെ പലയിടത്തും കണ്ട പോലെ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രവാചകന്മാർ പറഞ്ഞ സംഗതി യാഥാർത്ഥ്യമായിരുന്നു എന്നത് തിരിച്ചറിയുന്ന ബോധ്യപ്പെടുന്ന ഒരു നാളെന്തായാലും വരും. ആ നാളില് അങ്ങേയറ്റത്തെ നെടുങ്കേതവുമായിട്ട് അർത്ഥ വിളിക്കുന്ന ഒരവസ്ഥ മനുഷ്യനുണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരല്പം നേരത്തെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അള്ളാഹു കാര്യങ്ങൾ ഇവിടെ വിവരിച്ചു തരുന്നത്. ഇഷ്ടമുണ്ടെങ്കിൽ ഉൾക്കൊള്ളുക, ഇല്ലെങ്കിൽ അത് കാലാകാലങ്ങളിലായി പറഞ്ഞു വരുന്ന ഭയപ്പെടുത്തലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത വഴിയിലൂടെ നീങ്ങാം. മനുഷ്യരെ ഇസ്ലാം മതത്തിന് വേണ്ടിയും അറബ് സംസ്കാരത്തിന് ലോകമാകെ സ്വാധീനമുണ്ടാക്കാൻ വേണ്ടിയും ഉപയോഗിക്കാൻ വേണ്ടിയല്ലേ എന്ന് ഈ ഭയപ്പെടുത്തൽ എന്നത് ഒരു ഭാഗികമായ ശരി അതിൽ അടങ്ങിയിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള മുഴുവൻ മനുഷ്യർക്കുമായിട്ട് വിമോചനം, അത് ഏറ്റവും സത്യമായ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള ഒരു വിമോചനം, ഒരു ലിബറേഷൻ, അത് നൽകുന്നതിന് വേണ്ടി തന്നെയാണ് ഇസ്ലാം ശരിയായ കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ട് അവരെ സത്യം ഉൾക്കൊള്ളുന്നവരാക്കി മാറ്റുന്നത്. അതിൽ സംശയമൊന്നുമില്ല. അത് അറബ് സംസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് എന്തോ ഒരു അറബ് വിരോധം കാണിക്കാൻ നിങ്ങളോട് അറബികൾ എന്ത് ദ്രോഹമാണ് ചെയ്തതെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ ചോദ്യം ഉന്നയിച്ച ആൾ ഉൾപ്പെടുന്ന സമൂഹത്തിൽ നിലനിന്നിരുന്ന അതിഭീകരമായ ഉച്ചനീചത്വങ്ങളുടെയും അസ്പർശ്യതയുടെയും തൊട്ടുകൂടായ്മയുടെയും ഒക്കെ ആയിട്ടുള്ള ജാതി ഉച്ചനീചത്വങ്ങളുടെയും അല്ലെങ്കിൽ അതുപോലെയുള്ള സാമൂഹ്യ തിന്മകളുടെയും ദുരിതപൂർണമായ അവസ്ഥയിൽ നിന്ന് അതിനൊരു മാറ്റം ഉണ്ടാക്കിയതും മനുഷ്യർക്ക് വിമോചനം നേടിക്കൊടുത്തതും നമ്മുടെയൊക്കെ ഭൂപ്രദേശങ്ങളിൽ ഇത്തരം അറബ് ഇസ്ലാമിക സംസ്കാരങ്ങളുടെ സാന്നിധ്യം ഉണ്ടായതുകൊണ്ടാണ് എന്ന വസ്തുതയെ കാണാതിരിക്കുകയാണ് ഇവിടെ ഇദ്ദേഹം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളിപ്പോ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന വിധത്തില് മനുഷ്യരായി പരിഗണിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായത്, അക്ഷരാഭ്യാസം നടത്താനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് അനുഭവിക്കാനായത്, വേദം വായിച്ചതിന്റെ പേരിൽ നാവ് മുറിച്ചു കളയുകയോ വേദം കേട്ടതിന്റെ പേരിൽ കാതില് ഈയം ഒരുക്കി ഒഴിക്കപ്പെടുകയോ ചെയ്യാത്ത ഒരവസ്ഥയിലേക്കൊക്കെ ഈ സമൂഹം പരിവർത്തിതമായതിൽ ഇസ്ലാമിനും അറബ് സംസ്കാരത്തിനും ഒക്കെ വലിയ പങ്കുണ്ട്. അത് കാണാതിരിക്കുന്നത് ബുദ്ധിശൂന്യതയും അതുപോലെ സത്യസന്ധതയില്ലായ്മയുമാണ് എന്നതാണ് വസ്തുത. അതുകൊണ്ട് അറബ് ഇസ്ലാമിക സംസ്കാരം ലോകമെമ്പാടും വ്യാപിക്കുന്നു എന്നത് എന്തോ ഒരു അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഒരു സംഗതിയായിട്ടാണ് ഇദ്ദേഹം ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അറബികള് ഇസ്ലാമിന് വേണ്ടി രംഗത്ത് വന്ന ഘട്ടത്തിൽ ഒരിക്കലും തന്നെ അവര് സാമ്രാജ്യത്വത്തിന്റെ ആളുകളായിട്ടോ കോളനി വാഴ്ചക്കാരായിട്ട് മാറുന്ന വിധത്തിലോ ഒന്നുമല്ല അവര് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയിട്ടുള്ളത്. അവരൊരു സന്ദേശവുമായിട്ടാണ് കടന്നു ചെന്നിട്ടുള്ളത്. ആ സന്ദേശം എത്തിയ ഇടങ്ങളിലൊക്കെ തന്നെ വലിയ സാമൂഹ്യ മാറ്റം ഉണ്ടാക്കാൻ ആ സന്ദേശത്തെ മുൻനിർത്തിക്കൊണ്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ പ്രത്യക്ഷമോ പരോക്ഷമോ ആയ ഗുണം അനുഭവിക്കുകയുണ്ടായ ആളുകളാണ് നിങ്ങളും ഞാനും എന്നതാണ് വസ്തുത. അതുകൊണ്ട് ഇസ്ലാമിനൊരു ദൗത്യമുണ്ട്, ഒരു സന്ദേശമുണ്ട്, ഒരു മിഷനുണ്ട് എന്നതിനാൽ തന്നെ ഇസ്ലാമും ഇസ്ലാമിന്റെ സംസ്കാരവും അത് അറബികൾ മുഖേനയാണ് നിർവഹിക്കപ്പെട്ടത് എന്നതിനാൽ അതിനോട് വേണമെങ്കിൽ ഒരു അല്പം അറബ് സംസ്കാരവും നിങ്ങൾ ചേർത്ത് പറഞ്ഞോളൂ, അതിനൊന്നും വിരോധമില്ല. പക്ഷെ അതൊക്കെയും ആ ബന്ധപ്പെട്ട സമൂഹങ്ങളുടെ വിമോചനത്തിന് അവരുടെ നേട്ടത്തിന് വേണ്ടിയായിരുന്നു എന്നതാണ് വസ്തുത. ഈ അറബി പ്രബോധകരോ കച്ചവടക്കാരോ അതിനു വേണ്ടി ഇങ്ങനെ ഇന്ത്യയിലേക്കൊക്കെ വന്നിട്ടുള്ള ആളുകളോ ഇവിടുന്ന് എന്തെങ്കിലും കടത്തിക്കൊണ്ടു പോവുകയല്ല ചെയ്തിട്ടുള്ളത്. ഇവിടെയുള്ള ആളുകൾക്ക്
ജീവിതത്തില് ഏറ്റവും അനിവാര്യമായ ഒരു സ്വതന്ത്രമായ ചിന്താശേഷിയും അവസ്ഥയും സാഹചര്യമൊക്കെ സൃഷ്ടിച്ചു കൊടുത്തു. ഇവിടെ അവർക്ക് സാമൂഹ്യമായ സാമ്പത്തികമായ വിമോചനം സാധ്യമാക്കി കൊടുത്തു. ഇവിടെ നിലനിന്നിരുന്ന അതിഭീകരമായ ജീർണതകളിൽ നിന്ന് അവരെ മുക്തരാക്കി തുടങ്ങിയിട്ടുള്ള പല നേട്ടങ്ങളും അവരിവിടെ തദ്ദേശീയരായ ആളുകൾക്ക് ഉണ്ടാക്കി എന്നതല്ലാതെ ഇവിടുത്തെ വിലപിടിപ്പുള്ള എന്തെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ വേണ്ടി ആയിരുന്നില്ല അവരൊന്നും വന്നത് എന്നത് നിങ്ങൾക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും. കോഹിനൂർ രത്നവും അതുപോലെയുള്ള വില കൂടി പിടിപ്പുള്ള സംഗതികളൊന്നും സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് അറേബ്യയിലെ ഏതെങ്കിലും മ്യൂസിയത്തിലല്ല. ഇവിടുത്തെ എന്തെങ്കിലും സംഗതികൾ ആരെങ്കിലും അറബ് അധിനിവേശകരെന്ന് നിങ്ങൾ സങ്കല്പിക്കുന്ന ആളുകള് അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ട് അറേബ്യയിലോ ഇസ്ലാമിക തലസ്ഥാനങ്ങളിലോ കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരത് കട്ടുകൊണ്ടുപോയ ചരിത്രമൊന്നും കാണാൻ കഴിയില്ല. അത് യൂറോപ്യരുടെ കാര്യത്തിൽ പലതും കാണാൻ കഴിയും. ഞാനത് ആ നിലക്ക് പരിശോധിക്കാൻ വേണ്ടി പുറപ്പെടുകയല്ല. അത് വിലയിരുത്താൻ ചരിത്രം നിങ്ങളുടെ മുന്നിലുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. അറബ് ഇസ്ലാമിക സംസ്കാരം തീർച്ചയായിട്ടും ഈ പ്രബോധന ദൗത്യം നിർവഹിച്ച ഇസ്ലാമിനു വേണ്ടി നിലകൊണ്ട ആളുകളിലൂടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പ്രചരിച്ചിട്ടുണ്ട്. ആ പ്രചരിക്കുന്നത് ഗുണവുമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഒരു പക്ഷേ നിങ്ങൾ അതിനോട് ശത്രുത കാണിക്കുന്നവരാണെങ്കിലും നിങ്ങളുമായി ബന്ധമുള്ള ഒത്തിരി പേരെ സംബന്ധിച്ചിടത്തോളം ജീവിത വെളിച്ചം അവർക്ക് ലഭ്യമായത് അങ്ങനെയുള്ള പ്രക്രിയയിലൂടെയാണ് എന്നതാണ് വസ്തുത. അതൊരിക്കലും തന്നെ തദ്ദേശീയരായ ആളുകളോട് എന്തെങ്കിലും അക്രമം ചെയ്തുകൊണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. ബാക്കി നിങ്ങൾ ചരിത്രം പരിശോധിച്ച് മനസ്സിലാക്കിക്കോളൂ. അപ്പോ മറ്റൊരു ചോദ്യം, കാഫിർ എന്ന ചിരപരിചിതമായ വാക്ക് ഉപയോഗിക്കാതെ ഗാഫിർ എന്ന് ഉപയോഗിക്കുന്നത് കുറ്റബോധം കൊണ്ടാണോ എന്നാണ് ചോദ്യം. ആ ചോദ്യം തന്നെ അടിസ്ഥാനരഹിതമായതാണ്. രണ്ട് പദങ്ങളാണ് ഇവിടെ അദ്ദേഹം പരാമർശിച്ചിട്ടുള്ളത്. ഒന്ന് കാഫിർ എന്നതും മറ്റേത് ഗാഫിർ എന്നതും. ഗാഫിർ എന്നത് ഈ സൂറത്തിന്റെ പേരാണ്. ഗാഫിർ എന്ന് പറഞ്ഞാല് പുറത്തു കൊടുക്കുന്നവൻ എന്നാണ് അർത്ഥം. അള്ളാഹുവിന്റെ ഒരു വിശേഷണമായിട്ടാണ് അത് ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. കാഫിർ എന്നാൽ നിഷേധി എന്നാണ് അർത്ഥം. സത്യം മൂടിയിടുന്നവൻ, സത്യം മറച്ചു പിടിക്കുന്നവൻ, സത്യം മനസ്സിലായിട്ടും അതിന് സാക്ഷിയാകാൻ കൂട്ടാക്കാത്തവൻ എന്നതൊക്കെയാണ് അതിന്റെ അർത്ഥം. കാഫിർ എന്നത് സത്യനിഷേധം പിന്തുടരുന്ന അല്ലെങ്കിൽ ആ നിലപാട് സ്വീകരിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്ന പദമാണ്. അത് നിഷേധി എന്നാണ് അർത്ഥം. അതില് കുറ്റപ്പെടുത്തൽ യാതൊന്നുമില്ല. നമ്മുടെ മുന്നിൽ ഒരു ഹക്ക് വന്നു കഴിഞ്ഞാൽ, സത്യം എത്തിക്കഴിഞ്ഞാൽ രണ്ട് നിലപാടുകളാണ് അതിനോട് സാധ്യതയുള്ളത്. ഒന്ന്, അത് ഹക്കായിട്ട് മനസ്സിലാക്കി അതിനെ പിന്തുണക്കുക എന്നതാണ്. അങ്ങനെയുള്ള ആളെയാണ് മുഅ്മിൻ എന്ന് പറയുക, വിശ്വാസി എന്ന് പറയുക. അയാൾ അതിൽ സമാധാനവും ശാന്തിയും കണ്ടെത്തുന്നു എന്നതാണ് മുഅ്മിൻ എന്ന പദപ്രയോഗം നൽകുന്ന സൂചന. രണ്ടാമത്തത് കാഫിർ ആണ്. സത്യമാണ് എന്നത് യുക്തി തലത്തില് ദൈക്ഷണിക തലത്തിൽ ബോധ്യപ്പെട്ടിട്ടും താല്പര്യങ്ങളുടെ കാരണങ്ങളാൽ ഭൗതികമായ പല സ്വാധീനങ്ങളും താല്പര്യങ്ങളും കാരണമായി ആ സത്യത്തിന് സാക്ഷ്യം വഹിക്കാനും അത് ചുമലിലേറ്റാനും ഒന്നും സന്നദ്ധരാവാതെ അത് മൂടിയിട്ട് പോയി കളയുന്ന ഒരാള്. അയാള് ആ സത്യം ഉൾക്കൊള്ളുകയോ അതിന് സാക്ഷിയാവാതിരിക്കുകയോ ചെയ്തതിന്റെ കാരണത്താൽ നൂറുകണക്കിനോ ആയിരക്കണക്കിനോ ആളുകൾക്ക് ആ സത്യം കാണാൻ കഴിയാതെ പോകുന്നു എന്ന ഒരു ദുരന്തം അയാൾ കാരണമായിട്ടുണ്ടാവുന്നുണ്ട്. അങ്ങനെ ഒരാളെയാണ് കാഫിർ എന്ന് പറയുന്നത്. ഇത് ഒന്ന്, കാഫിർ എന്നത് മനുഷ്യനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നതെങ്കിൽ ഗാഫിർ എന്നത് അള്ളാഹു അവന്റെ ദാസന്മാർക്ക് സംഭവിക്കുന്ന വീഴ്ചകളെ പുറത്തു കൊടുക്കുന്ന കാര്യം പറയുന്ന പദമാണ്. ഇതില് അള്ളാഹുവിന് എന്തെങ്കിലും നിലക്ക് കുറ്റബോധം ഉണ്ടാവേണ്ട യാതൊരു കാര്യവും ഇതിൽ അടങ്ങിയിട്ടില്ല. നിങ്ങളുടെ ഭാഷാപരമായ പിടിപ്പുകേട് കാരണമായിട്ട് ഉണ്ടായ ഒരു ചോദ്യം മാത്രമായിരിക്കണം ഇത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് രണ്ടും രണ്ട് വ്യത്യസ്ത പദങ്ങളാണ്. അത് ഒരാളെ കുറിച്ചല്ല ഉദ്ദേശിക്കപ്പെടുന്നതും എന്നതും കൂടി അതിനോട് ചേർത്ത് മനസ്സിലാക്കുക. മറ്റൊരു ചോദ്യം, നരകഭീതി പടർത്തി അല്ലേ ഇസ്ലാം പിടിച്ചു നിൽക്കുന്നത് എന്നാണ്. ഇസ്ലാം പിടിച്ചു നിൽക്കുന്ന നരകഭീതി പടർത്തിക്കൊണ്ട് മാത്രമല്ല, സ്വർഗത്തെക്കുറിച്ച് പ്രലോഭിപ്പിച്ചുകൊണ്ട് കൂടിയാണ്. അപ്പോ നരകം ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ അത് സംബന്ധമായ ഭീതി ആളുകളിൽ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്.
സ്വർഗം എന്നത് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ അത് സംബന്ധമായ പ്രതീക്ഷയും സ്വപ്നവും ഒക്കെ അതും മനുഷ്യനുണ്ടാവല് ആവശ്യമാണ്. ഇസ്ലാം ആ ഒരു തലത്തിലാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് നരകഭീതി ഒരു എന്തോ തെറ്റായ ഒരു സംഗതിയാണ് എന്ന നിലക്കാണ് നിങ്ങൾ അതിനെ സമീപിക്കുന്നത്. അത് യാഥാർത്ഥ്യമായിട്ട് കൺമുന്നിൽ വരുന്ന ഒരു നാളുണ്ടാവും, അന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് ഞാൻ. മറ്റൊരു ചോദ്യം, ഒരിക്കലും മനസ്സിലാകാത്തത് അള്ളാഹുവിന് പ്രാർത്ഥനയോടുള്ള ആസക്തി എന്തിനാണ് എന്നതാണ്. പ്രാർത്ഥനയോടുള്ള ആസക്തി എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ആസക്തി എന്നുള്ള പദത്തിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. പക്ഷെ നിങ്ങളുടെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നത് അള്ളാഹു റബ്ബായതുകൊണ്ടാണ്, അള്ളാഹുവാണ് ദൈവം എന്നതുകൊണ്ടാണ്, അള്ളാഹുവാണ് സ്രഷ്ടാവ് എന്നതുകൊണ്ടാണ്. സ്രഷ്ടാവ് എന്ന നിലക്ക് തന്റെ സൃഷ്ടിജാലങ്ങളൊക്കെയും തനിക്ക് വിധേയപ്പെടുകയും തന്നോട് തേടുകയും ചെയ്യുന്നവർ ആവുക എന്നത് അവന് ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. ഇനി അത് ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ അത് യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് തന്നെ വേണ്ടിയാണ്. ഖുർആൻ നൽകുന്ന ഒരു സൂചന, ഇന്ന സ്വലാത്ത് തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം അഥവാ പ്രാർത്ഥന മ്ലേച്ഛവൃത്തികളിൽ നിന്നും പാപങ്ങളിൽ നിന്നും തടഞ്ഞു നിർത്തുന്നു മനുഷ്യരെ. അതുകൊണ്ടാണ് നമസ്കരിക്കാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിച്ചിട്ടുള്ളത്. മനുഷ്യര് അങ്ങേയറ്റത്തെ വഷളന്മാരായി മാറാതിരിക്കാൻ, സംസ്കാരശൂന്യരായിട്ട് മാറാതിരിക്കാൻ, നന്മയുള്ളവരാവാൻ, അവരില് ധർമ്മം നിലനിൽക്കാൻ, ഇതിന് അവർക്ക് അള്ളാഹുവിനെ സ്മരിക്കുകയും അവനോട് തേടുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവണം. ഇല്ലെങ്കിൽ മനുഷ്യര് അങ്ങേയറ്റത്തെ വഷളന്മാരായിട്ട് മാറും. അവരുടെ സാമൂഹ്യ ജീവിത മണ്ഡലം അങ്ങേയറ്റം ദുസ്സഹമായതായി മാറും. നമ്മള് ദിനേന പത്രങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ, അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ കാണുന്ന നമ്മുടെ സംസ്കാരത്തിലെ ജീർണമായ മുഖങ്ങളുണ്ടല്ലോ, ഞെട്ടലുളവാക്കുന്നതല്ലേ ഓരോ ദിവസവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. ആരൊക്കെയാണ്, എന്തൊക്കെ വലിയ അതിഭീകരമായ പാതകങ്ങളിലാണ് ചെന്ന് പെടുന്നതെന്നൊന്ന് കണ്ടു നോക്കൂ. അപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും മനുഷ്യര് വന്യമൃഗങ്ങളെക്കാൾ അധപ്പതിച്ച ധാർമ്മികതയുടെ ഒരു തരിമ്പ് പോലും ഇല്ലാത്ത ആളുകളായി മാറുമ്പോൾ ഉണ്ടാവുന്ന സാമൂഹ്യ ദുരന്തം എത്ര ഭീകരമാണ്. അപ്പൊ ഇങ്ങനെ മനുഷ്യ സംസ്കാരം അങ്ങേയറ്റം ദുഷിച്ചതായി മാറാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു മനുഷ്യരോട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായി മാറാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്, അള്ളാഹുവിനെ സ്മരിക്കലാണ് മനുഷ്യര് നന്മയിലും ധർമ്മത്തിലും അധിഷ്ഠിതമായി ജീവിക്കുന്നവരായി മാറാനുള്ള ഒരേ ഒരു വഴിയായിട്ട് ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ഇത് അള്ളാഹുവിന് പ്രാർത്ഥനയോടുള്ള ആസക്തി എന്നൊക്കെ നിങ്ങൾ പറഞ്ഞോ, അതിന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട്, നിങ്ങളുടെ ചുണ്ടുകളിലൂടെ എന്തെങ്കിലും ഉരുവിട്ട് സംസാരിച്ചത് കൊണ്ടൊന്നും അവന് പ്രത്യേകിച്ച് ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല. അതേ സമയത്ത് അവൻ അത് ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം എന്താ? അവന്റെ ദാസന്മാരാണ്, അവന്റെ സൃഷ്ടികളാണ് നമ്മളൊക്കെ എന്നതിനാൽ സൃഷ്ടികൾ സൃഷ്ടാവിനോട് കാണിക്കേണ്ട ഒരു വിധേയത്വത്തിന്റെ പ്രത്യക്ഷമായ പ്രകടനമായിട്ട് പ്രാർത്ഥനകൾ വേണ്ടതുണ്ട്. അതാണ് പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന സകല ജീവജാലങ്ങളും അവര് നിരന്തരമായി അള്ളാഹുവിനുള്ള പ്രകീർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷികളും മൃഗങ്ങളും ഈ മേഘങ്ങൾ വരെ അള്ളാഹുവിനുള്ള പ്രകീർത്തനങ്ങൾ നടത്തുന്നതായിട്ട് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നു എന്നതാണ് വസ്തുത. അത് അള്ളാഹുവിന് വിധേയപ്പെടലിന്റെ പ്രഖ്യാപനമാണ് അവരുടെ ഈ പ്രാർത്ഥനകളും അവരുടെ ഈ ഉരുവിടലുകളും ഒക്കെ എന്നതാണ് വസ്തുത. അത് അള്ളാഹു സ്വാഭാവികമായിട്ടും സ്രഷ്ടാവ് എന്നുള്ള നിലക്ക് അവൻ അത് ഇഷ്ടപ്പെടുന്നു എന്നത് ഒരു വസ്തുതയാണ്. അപ്പോ എന്നിട്ട് തുടർന്ന് അദ്ദേഹം പറയുന്നത്, അങ്ങനെയുള്ള പ്രാർത്ഥന ഒരു ആസക്തിയായുള്ള ഒരുവൻ എങ്ങനെ സർവശക്തനാകും എന്നതാണ്. പ്രാർത്ഥന ആരും നിർവഹിച്ചില്ലെങ്കിൽ അവന് നിങ്ങളുടെ കാൽക്കൽ വീണ് കരയുകയാണോ ചെയ്യുന്നത്? അവന് അതിന്റെ ഒരു വീക്ക്നെസ് ആയിട്ടാണോ കാണുന്നത് നിങ്ങൾ? അങ്ങനെ യാതൊരു വീക്ക്നെസ്സും അവനില്ല.
നിങ്ങൾ ആരും പ്രാർത്ഥിച്ചില്ലെങ്കിലും അള്ളാഹുവിന് അതൊരു പ്രശ്നവുമല്ല എന്ന് തന്നെ ഖുർആൻ പ്രഖ്യാപിക്കുന്നുണ്ട്. ആരും പ്രാർത്ഥിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു വെള്ളം തടഞ്ഞിട്ടുണ്ടോ, വായു തടഞ്ഞിട്ടുണ്ടോ? ഒന്നുമില്ല. ഒരാൾ പോലും പ്രാർത്ഥനയിൽ ഏർപ്പെടാത്ത ഭൂഖണ്ഡങ്ങളിലും പ്രദേശങ്ങളിലും ഒക്കെ തന്നെ അവർക്ക് വേണ്ട ജീവിതാവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്നതിന് ആവശ്യമായ സംഗതികളൊക്കെ ലഭ്യമാക്കപ്പെടുന്നുണ്ട്. അതൊന്ന് നിരീക്ഷിച്ചാൽ മനസ്സിലാവും. അപ്പൊ അള്ളാഹു അതിന്റെ പേരില് ആരോടും എന്തെങ്കിലും ആർക്കെങ്കിലും എതിരില് ഈ ഭൗതിക ലോകത്ത് നടപടികൾ എടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. അപ്പൊ അങ്ങനെ ആസക്തിയുള്ള ഒരുവൻ എങ്ങനെ സർവശക്തനാകും എന്നതാണ്. ഇത് നിങ്ങൾ മനുഷ്യനെ പോലെ അള്ളാഹുവിനെ സങ്കല്പിക്കുന്ന ഒരു സംസ്കാരത്തിൽ നിന്ന് വരുന്ന ഒരാളാണ് എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഈ ചോദ്യം ഉന്നയിക്കുന്നത്. മനുഷ്യൻ അങ്ങനെയാണല്ലോ, കിട്ടേണ്ടത് സമയാസമയങ്ങളിൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നിട്ടില്ലെങ്കിൽ അത് വാഴ്ത്തുപാട്ടുകളാണെങ്കിൽ പോലും അത് വേണ്ട അളവിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അവന് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാവും. അപ്പൊ അത് അവന്റെ ഒരു ദൗർബല്യമാണ്. മനുഷ്യന് പുകഴ്ത്തല് വേണം, അവന് കൈക്കൂലി വേണം, ഭക്ഷണം വേണം, ജീവിത സുഖ സൗകര്യങ്ങളൊക്കെ വേണം. ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ മനുഷ്യൻ അസ്വസ്ഥനാകും. അതുപോലെ പ്രാർത്ഥന കിട്ടിയിട്ടില്ലെങ്കിൽ അള്ളാഹു അസ്വസ്ഥനാകും എന്നാണ് നിങ്ങൾ സങ്കല്പിക്കുന്നത്. അങ്ങനെ ഒരു സങ്കല്പം പോലും നിങ്ങളുടെ മനസ്സിൽ വരുന്നതിന്റെ കാരണം നിങ്ങൾ ശീലിച്ചിട്ടുള്ള ദൈവങ്ങള് ഈ മനുഷ്യരൂപങ്ങളായ ദൈവങ്ങളായതുകൊണ്ടാണ്. അങ്ങനെയാണല്ലോ നിങ്ങൾ നൈവേദ്യങ്ങളും അതുപോലെയുള്ള പല സംഗതികളും ദൈവങ്ങളുടെ മുന്നിൽ കൊണ്ടുപോയി അർപ്പിക്കുന്നത്. അപ്പൊ പലതും ദൈവത്തിന് അർപ്പിക്കുന്നത് മനുഷ്യർക്ക് ആവശ്യമുള്ള സംഗതികളാണ്. ഇതൊന്നും ഇസ്ലാം സങ്കല്പിക്കുന്ന, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദൈവസങ്കല്പത്തിൽ ഇല്ല. അത് നിങ്ങള് ഇതൊക്കെയും മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പൊ അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ധനം ചെലവഴിക്കുക എന്ന് പറയുമ്പോ അത് ഒരു സഞ്ചിയിലാക്കിയിട്ട് അള്ളാഹുവിന്റെ രൂപം ഉണ്ടാക്കി അവന്റെ മുന്നിൽ കൊണ്ടുപോയി വെക്കാനല്ല പറയുന്നത്. അള്ളാഹുവിന് വേണ്ടി പണം ചെലവഴിക്കാൻ വേണ്ടി പറയുമ്പോ മനുഷ്യർക്ക് പ്രയോജനമുള്ള വിധത്തില് അള്ളാഹു നിർദ്ദേശിച്ച ചില മേഖലകളിൽ ചെലവഴിക്കാനാണ് അത് പറയുന്നത്. ഒരിക്കലും അള്ളാഹുവിന്റെ ആവശ്യത്തിന് വേണ്ടിയല്ല. അപ്പൊ നിങ്ങള് മനുഷ്യരെ വെച്ചുകൊണ്ട് ദൈവത്തെ സങ്കല്പിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് ഡിവിനിറ്റി ഉണ്ട് നിങ്ങളുടെ. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം അബദ്ധജടിലമായ ചോദ്യങ്ങൾ രൂപപ്പെടുന്നത്. ഹിന്ദുക്കൾ പറയുന്ന ബ്രഹ്മാവ് ഇത്തരം ഒരു ലൗകിക താല്പര്യങ്ങളും ഇല്ലാത്ത ഒരു ശക്തി, നിർഗുണ പരബ്രഹ്മം ആണല്ലോ എന്നാണ്. ഹിന്ദുക്കൾ പറയുന്ന ഈ ബ്രഹ്മാവ് ഒരു ഭൗതിക താല്പര്യവും ഇല്ലാത്ത ആളാണോ അല്ലേ എന്നുള്ളത് അതിന്റെ സൂക്ഷ്മമായ പരിശോധന നടത്തിയാൽ മനസ്സിലാവും. അതിന്റെ അടിസ്ഥാന ആശയം ഏകദൈവത്വം തന്നെയാണ് എന്നതുകൊണ്ട് ഈ പരബ്രഹ്മവും അതുപോലെ ഈ നിർഗുണ പരബ്രഹ്മം എന്ന് പറയുന്ന ബ്രഹ്മാവ് എന്നതൊക്കെ തന്നെ ഏകനായ ഇലാഹിനെ, പ്രപഞ്ച സ്രഷ്ടാവായ അള്ളാഹുവിനെ സൂചിപ്പിച്ചുകൊണ്ട് പൂർവിക വേദങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളെ ഈ കാലഘട്ടത്തില് ഹിന്ദു സമൂഹം കൊണ്ടു നടക്കുന്ന രൂപത്തിന്റെ പേരൊക്കെ ആയിരിക്കും. പക്ഷെ പ്രത്യക്ഷത്തില് ദൈവാരാധന എന്ന വിധത്തില് ഹിന്ദു മതത്തിൽ പ്രാക്ടീസ് ചെയ്യപ്പെടുന്നതിൽ ഈ സമർപ്പണങ്ങളും ഈ ഭൗതിക ജീവിത വിഭവങ്ങളുടെ അർപ്പിക്കലൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കട്ടുകൊണ്ടുപോകുന്ന പൂജാരിമാരുടെ അവസ്ഥ പോലും ആലോചിച്ച് നോക്കും. സ്വർണ്ണപ്പാളികൾ ദൈവത്തിനുള്ള അർപ്പണമായിട്ട് അവിടെ നൽകിയിരിക്കുകയായതുകൊണ്ടാണ് അത് കട്ടുകൊണ്ടുപോകാൻ സാധിച്ചത്. അതേ സമയത്ത് എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കപ്പെട്ടത് ആ വിധത്തിൽ അവിടെ ഇങ്ങനെ സ്വർണ്ണക്കട്ടിയായിട്ട് ഏതെങ്കിലും സ്ഥലത്ത് വെക്കാത്തത്? കാരണം അത് അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുക, അള്ളാഹുവിന് വേണ്ടി ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് സ്വർണ്ണക്കട്ടിയാക്കിയിട്ട് ഏതെങ്കിലും പള്ളിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഗ്രഹ പ്രതിഷ്ഠ ഉണ്ടാക്കിയിട്ട് അതിന്റെ മുന്നിലോ വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. അത് ജനങ്ങൾക്ക് പ്രയോജനകരമാവുന്ന വിധത്തില് വ്യയം ചെയ്യാൻ വേണ്ടിയാണ് ദൈവിക മാർഗത്തിലുള്ള ദാനധർമ്മങ്ങൾ എന്നതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അമൂല്യമായ സ്വർണം പോലെയുള്ള സംഗതികളെ ഈ അള്ളാഹുവിന് നൽകി എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ സ്വർണ്ണക്കട്ടികൾ ഉണ്ടാക്കി അതുകൊണ്ട് വാതിൽ കട്ടിലകളും അതുപോലെ അതിന്റെ പാളികളും ഒക്കെ നിർമ്മിച്ച് അവിടെ ഇങ്ങനെ വെച്ച് ആളുകൾക്കും അതുപോലെ ആർക്കും ഒരു പ്രയോജനവും ഇല്ലാത്ത വിധത്തില് അങ്ങനെ
സ്വർണ്ണ ശേഖരം ഉണ്ടാക്കി വെക്കുന്ന ഒരു രീതി ഇസ്ലാമിന് അന്യമാണ്. അതുകൊണ്ട് പരബ്രഹ്മം നിർഗുണാണ്, ഇങ്ങനെ ഒന്നിനും ആസക്തി ഇല്ലാത്തവരാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പരബ്രഹ്മം മാത്രമല്ലല്ലോ ഉള്ളത്, കോടിക്കണക്കിന് ദൈവങ്ങളില്ലേ. ഈ ദൈവങ്ങളൊക്കെയും തന്നെ ഈ വക ആസക്തി കാണിക്കുന്നവരാണല്ലോ. എന്നിട്ട് അതൊക്കെ വാങ്ങി വെക്കുന്ന നൈവേദ്യങ്ങൾ അതുപോലെ പലതും ഉണ്ടല്ലോ നിങ്ങളുടെ ആ കൾച്ചറിലും കൾട്ടിലും ഒക്കെ ആയിട്ട്. അതൊന്ന് പരിശോധിച്ച് നോക്കൂ. അള്ളാഹുവിന് അങ്ങനെയുള്ള യാതൊന്നും ആവശ്യമില്ല, അള്ളാഹു ആവശ്യപ്പെടുന്നില്ല. അള്ളാഹു മനുഷ്യൻ അവന് വിധേയപ്പെടുന്ന ദാസന്മാരാകണം എന്നത് മാത്രമാണ് ആവശ്യപ്പെടുന്നത്. അതിന്റെ കാരണം മനുഷ്യന്റെ സ്രഷ്ടാവാണ് അള്ളാഹു എന്നതിനാലാണ്. അതുകൊണ്ട് കാര്യം വ്യക്തമായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. മറ്റൊരു ചോദ്യം, ഈ ഒരു ചോദ്യം കൂടി പരിഗണിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ബർസഖിൽ രാവിലെയും വൈകുന്നേരവും ഉദുവും വല്ലഷി ഉണ്ടോ എന്നതാണ് ചോദ്യം. ഇത് സൂറത്ത് ഗാഫിറിലെ 46-ാമത്തെ ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വന്നൊരു ചോദ്യമാണ്. അന്നാറു യൂറലൂന അലൈഹ ഉദുവൻ വഅശിയ, നരകം അത് അവരുടെ മേൽ കാണിക്കപ്പെടുന്നു എപ്പോഴാണ്? പ്രഭാതത്തിലും പ്രദോഷത്തിലുമായി എന്നാണ് ഫിറഔനെയും അയാളുടെ അനുയായികളെയും പരാമർശിച്ചുകൊണ്ട് ഖുർആൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. രാവിലെയും വൈകുന്നേരവും അവര് പ്രളയത്തില് ഒടുങ്ങിപ്പോയ ആളുകളാണ്. എന്നാൽ അന്ത്യനാളില് ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞ് വിചാരണ കഴിഞ്ഞ് അവര് നരകത്തിലേക്ക് തെളിക്കപ്പെടും എന്നത് തുടർന്ന് പറയുന്നുണ്ട്. അപ്പൊ നരകത്തിലേക്ക് തെളിക്കപ്പെടുന്നത് വരെയുള്ള, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് വരെയുള്ള ആ കാലം ഉണ്ടല്ലോ, ചെങ്കടലിൽ മുങ്ങി മരിച്ചത് മുതൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് വരെയുള്ള ആ കാലം അവരെ വളരെ അസ്വസ്ഥജനകമായ അനുഭവങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കും എന്നതാണ് ഖുർആൻ ഇവിടെ നൽകുന്ന സൂചന. രാവിലെയും വൈകുന്നേരവും നരകം അവരുടെ മുന്നിൽ കാണിക്കപ്പെടും എന്നാണ്, അല്ലെങ്കിൽ നരകത്തിനെ അവർക്ക് കാണാൻ പറ്റുന്ന വിധത്തില് ഒരവസ്ഥ സൃഷ്ടിക്കും എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ചോദ്യം ബർസഖില് രാവിലെയും വൈകുന്നേരവും ഉണ്ടോ എന്നതാണ്. യഥാർത്ഥത്തിൽ ബർസഖ് എന്നത് ഒരു 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 സ്ഥലത്തെ പരാമർശിക്കുന്ന, ഒരു ഇടത്തിനെ പരാമർശിക്കുന്ന ഒരു സംഗതിയല്ല, ഒരു അവസ്ഥയെ പരാമർശിക്കുന്ന ഒരു കാര്യമാണ്. മരണം മുതൽ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള മനുഷ്യന്റെ കാലം, അതിനെയാണ് ബർസഖ് എന്ന് പറയുന്നത്. ആ ഘട്ടത്തിൽ മനുഷ്യ മനസ്സ് ഒരു തരം നിദ്രയിലായിരിക്കും. അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോ അവര് മംബാഴസന മിമ്മർഖദിന എന്ന് പറഞ്ഞുകൊണ്ട് എണീറ്റ് വരുന്നത്. ആരാണ് ഞങ്ങളുടെ ഉറക്കയിടങ്ങളിൽ നിന്ന് എണീപ്പിച്ച് കളഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ടാണല്ലോ എണീറ്റ് വരിക. അപ്പൊ ആ ഒരു കാലം, മരണം മുതൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് വരെയുള്ള ഒരു കാലം, ഈ ഒരു കാലത്ത് ത്രൂ ഔട്ട് അവർക്ക് നരകത്തിൽ പോകേണ്ടി വരുന്ന ഈ ധിക്കാരികളായ ആളുകൾക്ക് ഇടവിടാതെ നരകത്തെ കാണിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നരക സംബന്ധമായ കാഴ്ചകളും ദൃശ്യങ്ങളുമൊക്കെ അവരെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കും. അത് രാവിലെയും വൈകുന്നേരം കാണിക്കപ്പെടും എന്നതിന്റെ സൂചന, രാവിലെ എന്നത് പകലിന്റെ തുടക്കമാണ്, വൈകുന്നേരം എന്നത് രാവിന്റെ തുടക്കമാണ്. അപ്പൊ തുടക്കത്തിൽ കാണിക്കപ്പെടുന്ന ത്രൂ ഔട്ട് കാണാൻ വേണ്ടിയാണ്, അതിന്റെ ഒരു ഭീതിജനകമായ അവസ്ഥ അവരിൽ തങ്ങി നിൽക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇവിടെ രാവും ഈ വൈകുന്നേരവും രാവിലെയും എന്ന ഒരു സംഗതി ബർസഖിൽ ആപ്ലിക്കബിൾ ആണോ എന്ന് ചോദിച്ചാൽ, അത് ഏത് വിധത്തിലാണോ അവിടെ ഉള്ളത് ആ ഒരു ടൈം സോണില് അവർക്ക് അതിന്റെ ത്രൂ ഔട്ട് രാവിലെയും വൈകുന്നേരവും എന്ന നിലയ്ക്ക് രണ്ട് ഡിവിഷനായി, രണ്ട് യൂണിറ്റായി കണ്ടുകൊണ്ടോ, ഇനി അത് ഭൗതിക ലോകത്ത് നമുക്ക് അനുഭവപ്പെടുന്ന രണ്ട് സമയഘട്ടങ്ങളിൽ അവർക്ക് അനുഭവപ്പെടുന്നത് ആ നരക ദൃശ്യങ്ങളാണ് എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലോ ആണ്. നമുക്കറിയാത്തൊരു കാര്യമാണത്. യഥാർത്ഥത്തില് ബർസഖില് അവര് പ്രഭാതം എന്നത് അറിയുമോ, പ്രദോഷം എന്നത് അവർക്ക് അനുഭവപ്പെടുമോ എന്നത് നമുക്കറിയില്ല. അതേ സമയത്ത് ഇത് വായിക്കുന്ന നമ്മൾക്ക്, അല്ലെങ്കിൽ മരിച്ചു പോയിട്ടില്ലാത്ത ശേഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഈ ബർസഖിൽ കഴിയുന്ന ആളുകളുടെ ആ കാലം അവർ ഈ ലോകത്ത് രാവിലെയും വൈകുന്നേരം ഉള്ളവരായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഇനി ഭാഷാപരമായ ഒരു ആലങ്കാരിക പ്രയോഗം എന്നുള്ള നിലക്ക് ത്രൂ ഔട്ട് ദെയർ സ്റ്റേ
ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ബർസഖ് എന്ന് മനസ്സിലാക്കാവുന്ന, അതായത് ബർസഖിന്റെ അവസ്ഥയിൽ അവർ കഴിയുന്ന കാലം ഉടനീളം എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രയോഗമായിട്ടും ഇതിനെ മനസ്സിലാക്കാം. രാവിലെയും വൈകുന്നേരവും അവിടെ ഉണ്ട് എന്ന ഒരു അർത്ഥത്തില് വളരെ ലിറ്ററൽ ആയിട്ട് മനസ്സിലാക്കേണ്ടതില്ല. അതൊന്നുകിൽ നമ്മൾ അനുഭവിക്കുന്ന രാവിലെയും വൈകുന്നേരവും അതിന്റെ തുടക്കവും അവസാനവും ആയിട്ടുണ്ടല്ലോ, ആ അതിന് സമാന്തരമായി ഈ ആളുകള്, മരിച്ചുപോയ ആളുകൾ അവരുടെ ബർസഖി ലൈഫിൽ ഈ നരക ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് അതിന്റെ ഭീതി ജനകമായ കാഴ്ചകൾ അവരെ വേട്ടയാടുന്ന വിധത്തിലായിരിക്കും എന്ന സംഗതി സൂചിപ്പിക്കുന്ന വിധത്തിൽ കാണാം. അതല്ലെങ്കിൽ സമയമുടനീളം അവരുടെ ബർസഖി കാലഘട്ടം ഉടനീളം എന്ന അർത്ഥത്തിലും അതിനെ മനസ്സിലാക്കാം. ഇത് കൃത്യമായിട്ട് നമുക്ക് ഇന്നതാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്രയോഗമല്ല എന്നതാണ് വസ്തുത. കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് ഗാഫിറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 7 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിഗണിച്ചിട്ടുള്ളത്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.